വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് ഇടതുപക്ഷ ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിലെന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, DYFIയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, അതിൽ ഈ വിഷയത്തിൽ റിപ്പോർട്ടിൻ്റെ മറപിടിച്ച് DYFI ഇതിൻ്റെ പിന്നിലുണ്ട് എന്നങ്ങ് സ്ഥാപിച്ച് കളയാം. സത്യത്തിൽ ഞങ്ങളതിൻ്റെ പിന്നിലില്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി യൂത്ത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം, എല്ലാവരും ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, ഇവർ അവിടെ ഒരു വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതിൽ എന്തൊക്കെയാണ് അവർ സ്വീകരിച്ച നടപടി എന്ന് നമുക്കൊക്കെ അറിയാം. വ്യത്യസ്തങ്ങളായ ക്യാമ്പയിനുകളാണ് ആരംഭിച്ചത്. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറുമായിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിനെ അവർ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ സുന്നി വിഭാഗത്തിൻ്റെ ഒരു ലെറ്റർ പേഡ് ഉപയോഗിച്ച് പ്രചരണം നടത്തി. അങ്ങനെ വ്യത്യസ്തങ്ങളായ വർഗീയ പ്രചരണങ്ങൾക്ക്, അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന്, വ്യാജ പ്രചരണങ്ങൾക്ക്, അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിന്, ശൈലജ ടീച്ചർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ മോശമാക്കുന്നത്, വ്യക്തിപരമായി മോശമാക്കുന്നതിനെല്ലാം ബോധപൂർവമായി പരിശ്രമിച്ചു. അതിനെതിരെയൊക്കെ 17ഓളം കേസുകളുണ്ട്. ഏതെങ്കിലും ഒരു കേസിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തോ? ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ചാനലിൽ തന്ന, റിപ്പോർട്ടർ ചാനലിൽ തന്ന ഒരു ഇൻ്റർവ്യൂ പോലും വളച്ചൊടിച്ചിട്ട് അതിനെക്കുറിച്ച് പോലും വലിയ ഒരു ചർച്ചകളിലേക്ക്, അതുപോലും ഒരു വലിയ ചർച്ചകളിലേക്ക് എടുത്തു കൊണ്ടുവരാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കാതിരുന്നത് ഈ യൂത്ത് കോൺഗ്രസിനും ഈ പറയുന്ന UDFനുമൊക്കെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജാണ് എന്ന് ഞാൻ പറയും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആദ്യമായി ഇത് ഉന്നയിക്കുന്നത് ഇടതുപക്ഷമാണ്. ഒപ്പം തന്നെ പരാതിയുമായി പക്ഷേ പോകുന്നത് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടർ, അമ്പാടിമുക്ക് സഖാക്കൾ, അവസാനം പോരാളി ഷാജിയിൽ വരെ എത്തി നിൽക്കുന്നു. ഇത്തരത്തിൽ ഒരു തവണ നമ്മൾ ഇലക്ഷന് മുൻതൂക്കം കിട്ടാൻ ഉപയോഗിച്ചിരുന്ന വിഷയം വീണ്ടും അത് തിരിഞ്ഞു കുത്തുമ്പോൾ അത് ഒറ്റയടിക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് പോലീസ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അങ്ങനെ ആരെയും ഇരുട്ടാക്കാനോ ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ ഉന്നയിച്ചതിൽ പ്രതികരിക്കാതെയൊന്നും ഒളിച്ചോടുന്ന രീതിയൊന്നും ഞങ്ങൾക്കില്ല. ഇതിൽ പരാതി സത്യത്തിൽ LDF കൊടുത്ത പരാതിയല്ലേ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതി, അതോടൊപ്പം തന്നെ LDF കൊടുത്ത പരാതി, ആ പരാതിയിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം പൂർത്തീകരിക്കട്ടെ, അന്വേഷണം പൂർത്തീകരിച്ച് വരട്ടെ. ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് പോസ്റ്റ് ചെയ്ത്, സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഇപ്പം നമ്മളായാലും ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇതുപോലെയുള്ള, ഞാൻ പറഞ്ഞില്ലേ, 17ഓളം കേസുകൾ വരികയാണ്. വ്യത്യസ്തങ്ങളായ പ്രചരണങ്ങൾ, വ്യത്യസ്തങ്ങളായ രീതിയിൽ ചിത്രങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്ക് ഇത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് തിരിച്ചറിയാൻ പറ്റി കാണില്ല. അതുകൊണ്ടായിരിക്കും അവരും ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഈ വാട്സപ്പിൽ വരുന്നതൊക്കെ ഫോർവേഡ് ചെയ്യുക. അതൊരു ചിലരുടെ ഒരു ദുശ്ശീലാണ്, അത് പറ്റില്ല. പക്ഷേ ഇത് നിർമ്മിച്ചവരെ പിടിക്കണം. ആരാണോ ഇത് നിർമ്മിച്ചത് അവരെ പിടിക്കട്ടെ. ഇപ്പോൾ സ്വാഭാവികമായും ഇതിനു മുമ്പും MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിർമ്മിച്ച ആളുകളെ പിടിക്കണമെന്നുള്ള ആവശ്യമാണോ, അതല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി നിർമ്മിച്ചിട്ടുണ്ടാവുക? നിർമ്മിച്ചതിനേക്കാൾ ഒപ്പം തന്നെ പ്രചരിപ്പിച്ച ഗ്രൂപ്പുകളും ഇതിൻ്റെ പിന്നിൽ വരേണ്ടതല്ലേ? അങ്ങനെയല്ല. ഇപ്പോൾ ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ ഒരു കേസായിട്ട് നിങ്ങൾ എടുക്കണം മാധ്യമങ്ങളൊക്കെ. കാരണം ഇതിനി ആവർത്തിക്കരുത്. വടകരയിൽ സത്യത്തിൽ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തണം. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചെറിയ വിഭാഗം, നമുക്കറിയാം, ഈ വ്യാജ ID കാർഡൊക്കെ ഉണ്ടാക്കിയതാണ്. വ്യാജ ID കാർഡ് വിഷയത്തിൽ നിങ്ങളൊക്കെ നല്ല സ്റ്റാൻഡ് എടുത്തു. ചില മാധ്യമങ്ങൾ എന്താ അതിലൊക്കെ ഉള്ള നോക്ക് നിങ്ങൾ എത്രത്തോളം അവരെ അത് നമ്മൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കാഫിർ എന്ന് പറയുന്ന ഒരു വാക്കിനെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എന്തേ ഈ വ്യാജ ID കാർഡിനെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കാത്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിലും കള്ളം പറഞ്ഞോ ഇങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങൾക്കോ നേതൃത്വം കൊടുക്കരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ ആത്മാർത്ഥമായി ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ DYFI പ്രവർത്തകൻ, DYFIയുടെ സഖാവ് പിന്നെ ഇത് കൊടുത്തു എന്ന് പറയുന്ന, പക്ഷേ ഈ സഖാവ് തന്നെ പോലീസിനോട് പറയുന്ന എൻ്റെ ഫോൺ പരിശോധിച്ചോ, ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏത് പരിശോധനയ്ക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വടകരയിൽ ഇപ്പോൾ ഈ UDFൻ്റെ ഈ നുണ ഫാക്ടറികളിൽ നിന്ന് വന്ന, വ്യാജ ഫാക്ടറികളിൽ നിന്ന് വന്ന
പ്രചരണങ്ങളിൽ ആ നാട്ടിലെ ജനങ്ങളാകെ അസ്വസ്ഥരായിരുന്നു. വ്യത്യസ്തങ്ങളായ വ്യാജ നിർമ്മിതികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനൊരു നിർമ്മിതി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഫോർവേഡ് ചെയ്തതാകാം. അപ്പോൾ എവിടെ നിന്നാണെന്ന് പോലീസ് റിപ്പോർട്ട് തള്ളിക്കളയുകയാണോ? അല്ല, പോലീസിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പലതരത്തിൽ വരില്ലേ? അത് റിപ്പോർട്ടൊക്കെ വന്ന് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തട്ടെ, എന്നിട്ടല്ലേ നമ്മൾ അതിനെക്കുറിച്ച് പറയാം. നമ്മൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിൽ പോകണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുമോ ഈ ഘട്ടത്തിൽ? അല്ല, എല്ലാം സമഗ്രമായി അന്വേഷിക്കണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ UDFൻ്റെ ഒരു അജണ്ടയുണ്ട്. ആ UDFിൽ തന്നെ എല്ലാവരുടെയും അല്ല, ചിലരുടെ ഒരു അജണ്ടയുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, മറ്റു മണ്ഡലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ അവിടെ ഒരു പ്രചരണ കോലാഹലങ്ങൾ ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ച് സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്നവരുടെ ഒരു കൂട്ടായ്മ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അതിൻ്റെ പിന്നിൽ UDFിലെ ചിലരാണ്, യൂത്ത് കോൺഗ്രസ്സിലെ ചിലരാണ്, യൂത്ത് ലീഗിലെ ചിലരാണ്. അവരെ ഈ യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ 17ഓളം കേസുകളെ മറച്ചു വെച്ച് ഒരു കേസിൽ ഒരു DYFI സഖാവിൻ്റെ നേരെ അദ്ദേഹം ഒരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിനെ മാത്രം പിടിക്കുന്നത് ശരിയല്ല. എല്ലാം പരിശോധിക്കപ്പെടണം. ഇപ്പോൾ KM ഷാജിയെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു സിറാത്ത് പാലം കടക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ നടപടി വന്നതാണ്. അത് കോടതി പരിഗണിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അങ്ങനെ KM ഷാജിമാരുടെ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ്. കാഫിർ സ്ക്രീൻ ഷോട്ട് നിർമ്മിക്കപ്പെട്ടത് UDF കേന്ദ്രങ്ങളിലാണ് എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഇനി മറിച്ചൊരു തീരുമാനം കോടതിയോ പോലീസോ ഒക്കെ കണ്ടെത്തി വരട്ടെ, അന്ന് നമുക്ക് അതിനനുസരിച്ച് ആലോചിക്കാം.